രോഗസൗഖ്യവും അഞ്ചപ്പം കൊണ്ട് 5000 പോറ്റുന്നത് ഭൂതങ്ങളെ പുറത്താക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ജനം പറഞ്ഞു നമുക്ക് ഇവിടെ ഒരു സഭയായിട്ട് കൂടാം. യേശുക്രിസ്തു പറഞ്ഞു നോ 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 നോ, ഇതിനല്ല എന്റെ പിതാവിനെ അയച്ചത്. എന്റെ പിതാവ് എന്നെ അയച്ചത് ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലൊക്കെ ദൈവരാജ്യം പ്രസംഗിക്കണം. സന്ദേശത്തിന്റെ ഇമ്പോർട്ടന്റ്. എന്റെ അപ്പനെ നിങ്ങളുമായി ഒരുമിച്ച് ജീവിക്കാനായിട്ട് അപ്പൻ ആഗ്രഹിക്കുന്നു. ദൈവരാജ്യം സമീപിച്ചു എന്ന് ഞാൻ എല്ലായിടത്തും പോയി പറയണം. സന്ദേശത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. അതിന്റെ കൂട്ടം കൂടുന്നതിനല്ല, ഓരോ സ്ഥലത്ത് ഇത് പറഞ്ഞു പോകണം. രാജ്യത്തിന്റെ സുവിശേഷം എല്ലാവർക്കും സാക്ഷ്യമായി എല്ലായിടത്തും പ്രസംഗിക്കപ്പെടണം. വായിച്ചേ ലൂക്കോസ് 4:42-43. നേരം വെളുത്തപ്പോൾ അവൻ പുറപ്പെട്ട ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോയി. പുരുഷാരം അവനെ തിരഞ്ഞ് അവന്റെ അരികത്ത് വന്ന് തങ്ങളെ വിട്ടുപോകാതിരിപ്പാൻ അവനെ തടുത്തു. തങ്ങളെ വിട്ടുപോകരുത് താഴേക്ക്. അവൻ അവരോട്, യേശു എന്താ മറുപടി പറഞ്ഞേ? വിട്ടുപോകണ്ട, ഞങ്ങളുടെ നിൽക്കെന്ന് പറഞ്ഞപ്പോ യേശു എന്താ മറുപടി പറഞ്ഞേ? ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതാകുന്നു, ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. കണ്ടോ, യേശു വ്യക്തം, തന്റെ പർപ്പസ് വ്യക്തബോധം. ഇതിനായിട്ടാണ് എന്നെ അയച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ കയറി വന്നതാണോ? അല്ല, എന്നെ അയച്ചിട്ടാ വന്നേക്കണേ. ഇതിനായിട്ടാ എന്നെ അയച്ചേക്കണേ. അതായത് ഈ സന്ദേശം അറിയിക്കുന്നതിന് ഇമ്പോർട്ടൻസ് ആ മക്കളെ. ദേവദാസന്മാരെ കേക്ക, ഈ സന്ദേശം അറിയിക്കുന്നതിന് ഇമ്പോർട്ടൻസ് യേശു പറഞ്ഞ കേട്ടോ. ഇതിനായിട്ടാണ് എന്നെ അയച്ചിരിക്കുന്നത്. ഞാൻ മറ്റു പട്ടണങ്ങളിലും ഈ ദൈവരാജ്യ സുവിശേഷം അറിയിക്കണം. നമ്മൾ അറിയിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പേരിലിരിക്കും ശിക്ഷ. യേശു അവസാനം പറയും, അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങളോട് എന്നാ പറഞ്ഞേ? എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ നിങ്ങളെ അയക്കുന്നല്ലേ പറഞ്ഞേ? നിങ്ങളോട് എന്ത് പ്രസംഗിക്കാനാ പറഞ്ഞേ? സ്വർഗരാജ്യം സമീപിച്ച് മനസ്സന്തരപ്പെടാനല്ലേ പറഞ്ഞേ? ഹല്ലേലൂയ. പകരം നിങ്ങൾ പോയിട്ട് എന്റെ പേരിലൊരു മതം ഉണ്ടാക്കി. തെറ്റിപ്പോയി. ഇനി തിരിച്ചു വാ. അവിടെ കിടന്ന് ഉരുണ്ടിട്ട് കാര്യമില്ല. ഉരുണ്ട് കഴിഞ്ഞാൽ ഷാജി ജോസഫായിട്ട് ബഹളം ഉണ്ടാക്കാന്നല്ലാതെ ഒരു കാര്യമില്ല. അവസാന നരകത്തിലേക്ക് പോവുകയും ചെയ്യും. യേശു വ്യക്തതയോടെ പറയും, അധർമ്മം പ്രവർത്തിക്കുന്നവരെ. നിങ്ങൾ പറയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി പല മീറ്റിങ്ങുകളും നടത്തി. യേശു അത് സാധിച്ചില്ല. അധർമ്മം പ്രവർത്തിക്കുക. Get out. കാരണം യേശു പറഞ്ഞു, എന്റെ പിതാവ് എന്നെ അയച്ചത് മറ്റു പട്ടണങ്ങളിലും ദൈവരാജ്യം അറിയിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ, യോഹന്നാൻ 20 നമുക്ക് കാണാം, എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. നിങ്ങൾ പോകുമ്പോഴും ദൈവരാജ്യം സമീപിച്ചെന്ന് ഘോഷിക്കുക. അപ്പോസ്തലന്മാർ അത് ചെയ്തു. അത് കഴിഞ്ഞപ്പോ കൊടിയ ചെന്നായ്ക്കൾ കയറി ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. യോഹന്നാൻ 20:21. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. മനസ്സിലായോ? ദ സെയിം പാറ്റേൺ. സുവിശേഷത്തിന് അന്ന് ഇന്ന് എന്നും മാറ്റമില്ല. യേശുക്രിസ്തു ഇന്നലെ ഇന്നും നാളെയും അനന്യൻ. യഹോവയായ ഞാൻ മാറാത്തവൻ.